ഇവിടെ കരയിൽ വെച്ചാണ്. അവിടെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഫോട്ടോ എടുത്തില്ല. അത് നേരത്തെ ആ ഇൻസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം പറഞ്ഞത് നമ്മുടെ കൂടെ വന്ന ഒരാൾക്ക് അത്യാവശ്യം ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായി. അതിനിടയ്ക്ക് പോകുമ്പോൾ സൈഡിലായിട്ട് അമേസിങ് വ്യൂ ആണ്. ആഴമാണെന്ന് നോക്കണം കേട്ടോ. സൈഡിലായിട്ട് നമുക്ക് കൃത്യമായിട്ട് വെള്ള നനവും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. ദാവീദ് രാജാവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലുണ്ടായ പ്രത്യേകത. ഇന്ത്യക്കാരെ കാണുമ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു പുഞ്ചിരി അവരുടെ മുഖത്ത് എപ്പോഴും ഉണ്ടാവും. നമസ്കാരം, കൈപ്പൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സിറ്റി ഓഫ് ഡേവിഡ്, കിങ് ഡേവിഡിന്റെ കിന്നരത്തിന്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഇൻട്രോ പറയുന്നത്. നമ്മൾ ഇന്ന് കാണിക്കുന്ന കാഴ്ചകൾ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക. ജെറുസലേമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സിറ്റി ഓഫ് ഡേവിഡിന്റെ കാഴ്ചകളും അതുപോലെ തന്നെ ശീലോഹ കുളത്തിന്റെ കാഴ്ചകളും അതുപോലെ തന്നെ നമ്മൾ കണ്ടില്ല, രണ്ടാം ജെറുസലേം ദേവാലയം ഇരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു തണലുണ്ട്. ആ തണലൊന്നും ഒരു മനുഷ്യന് കാണിച്ചിട്ടില്ല. കേൾക്കാൻ പറ്റുമോ തോന്നുന്നില്ല, ഭയങ്കര വണ്ടിയുടെ സൗണ്ടാണ്. അപ്പോൾ ആ തണലിലൂടെ വരുന്ന വരവും അതുപോലെ ശീലോഹ കുളവും അതുപോലെ കനേനിയൻ സൈഡിലെ ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കത്തിന്റെ കാഴ്ചകളും കനേനിയൻ സൈഡിൽ ഒരു പൂളുണ്ട്. പൂളിന്റെ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലൂടെ അടക്കാം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൈപ്പൻസ് എന്ന പേജ് ഫോളോ ചെയ്യുക. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദ കിങ്സ് ഗാർഡൻ ആണ്. ഒരുപാട് ഒലിവ് മരങ്ങളും വർഷങ്ങൾ പഴക്കമുള്ള ഒരുപാട് ഒലിവ് മരങ്ങൾ ഇതിനകത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇരിപ്പിടങ്ങളൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ അന്നത്തെ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന കുറേ ബൈബിൾ കോട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് തോറയിലുള്ള കോട്ടും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ വാളിനകത്ത് കാണാൻ സാധിക്കും. നമുക്ക് ഈ പാർക്കിനുള്ളിലേക്ക്, ഇതൊരു പാർക്കാണ്, ജെറുസലേം വാൾ പാർക്ക് എന്നാണ്, നാഷണൽ പാർക്ക് എന്നാണ് ഇതിന് പറയുന്നത്, മൊത്തത്തിൽ പറയുന്നത്. ഇതിനുള്ളിലാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ അടങ്ങിയിരിക്കുന്നത്. ഇത് വരുമ്പോഴേ നമ്മൾ കാണുന്നത് മുന്തിരിക്കുലകൾ കൊണ്ട് ഇങ്ങനെ വല്ല മനോഹരമാണ്. ഇതിന്റെ വാളുകളിൽ മുന്തിരിക്കുലകൾ ഇങ്ങനെ പന്തലിച്ച് ഇങ്ങനെ കിടക്കുന്നതാണ്. ആധുനിക ജെറുസലേമിന്റെ തെക്ക് കിഴക്കൻ മലയിലാണ് സിറ്റി ഓഫ് ഡേവിഡ് സ്ഥിതി ചെയ്യുന്നത്. ദാവീദ് രാജാവിൻ്റെ ഭരണകാലത്ത് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശമായതിനാൽ കൂടിയാണ് ഈ പ്രദേശത്തെ സിറ്റി ഓഫ് ഡേവിഡ് എന്ന് പറയുന്നത്. ജൂത മതവിശ്വാസികൾക്കും ക്രിസ്തീയ മുസ്ലിം മതവിശ്വാസികൾക്കും ഒരുപോലെ അതിവിശുദ്ധമായ സ്ഥലമാണ് ഇന്നത്തെ സിറ്റി ഓഫ് ഡേവിഡ് ഉൾക്കൊള്ളുന്ന ഭാഗങ്ങൾ. തങ്ങളുടെ മതവിശ്വാസങ്ങളുടെ അടിത്തറയുറപ്പിക്കുന്ന പല പ്രധാന ഏടുകളും ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ചില കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. സിറ്റി ഓഫ് ഡേവിഡ് സ്ഥിതി ചെയ്യുന്നത് ഓൾഡ് ജെറുസലേമിന് പുറത്താണ്, അതായത് കോട്ടമതിലിന് പുറത്താണ്. ഡെങ്കേറ്റിന് അവിടുന്ന് തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്ലേസിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേന് കുറച്ച് ലേറ്റായിപ്പോയി. 3 മണി വരെ ഉള്ളൂ ഇതിനകത്ത് എൻട്രി ചെയ്യാനുള്ള ലാസ്റ്റ് ടൈം. അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഏകദേശം 20 ഷെക്കലാണ് ഉള്ളിലേക്ക് കയറുന്നത്. ഒരു ഷെക്കല് 20 രൂപ, അതായത് ഒരാൾക്ക് ഉള്ളിലേക്ക് കയറുന്നതിന് 400 രൂപയിൽ മുകളിലാവും ഇന്ത്യൻ മണി കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഹാപ്പിയായി ഫൈനൽ സമയമാണെങ്കിൽ തന്നെ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയത് വളരെ സന്തോഷമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലേസ് വരുന്നത്. നമ്മൾ തൊട്ട് താഴെ, ഇതിൻ്റെ തൊട്ട് ഈ ഒരു ബിൽഡിങ്ങിന് തൊട്ട് താഴെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴും ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഏരിയയാണ്. അന്നത്തെ കെട്ടിടങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങളാണ്, സിറ്റി ഓഫ് ഡേവിഡിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. അതിൻ്റെ മുകളിലായിട്ടാണ് ആ റിസപ്ഷനും കാര്യങ്ങളും. ഇതിൻ്റെ തൊട്ട് മുകളിലൊരു 3D പ്രസൻറ്റേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ഈ സൈഡേ കൂടെ അങ്ങ് താഴോട്ട് പോവാണ്. പോകുമ്പോൾ സൈഡിലായിട്ട് അമേസിങ് വ്യൂ ആണ് കണ്ടോ. കിദ്രോൺ വാലിയാണ് തൊട്ട് താഴെ കാണുന്നത്. നമ്മൾ കുറേ സ്റ്റെപ്പുകൾ ഇറങ്ങി വേണം താഴെ എത്താൻ. ഒരു കുത്തനെയുള്ള ഇറക്കമാണ്. ആ കുത്തനെയുള്ള ഇറക്കത്തിൽ നിന്നാണ് ഈ തുരങ്കത്തിലേക്ക് കയറുന്നത്. നമ്മൾ ആദ്യം ഹെസക്കിയ ടണലിലേക്കാണ് നമ്മൾ ആദ്യം കയറുന്നത്. നമ്മൾ ജസ്റ്റ് എൻ്റർ ചെയ്യാൻ പോകണം. വാ, നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഇതുപോലൊരു അറ്റ്മോസ്ഫിയറാണ് ഇതിനകത്തുള്ളത്. വാവ്, എന്ന രസമാണല്ലേ. നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ നടന്ന ആർക്കിയോളജിക്കൽ സ്റ്റഡിയുടെയൊക്കെ അന്നത്തെ പഠനങ്ങളുടെയൊക്കെ ഫോട്ടോസും കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ആയുധങ്ങളും നാണയങ്ങളും പാത്രങ്ങളുടെയൊക്കെ ഫോട്ടോസ് നമുക്കൊരു ഗ്യാലറി പോലെ, ഒരു ഫോട്ടോ ഗ്യാലറി പോലെ നമുക്ക് വരുമ്പം തന്നെ ഇവിടെ കാണാൻ സാധിക്കും.
1967 സിക്സ് ഡേ വാറിനെ തുടർന്നും 1980 ജെറുസലേം നിയമത്തെ തുടർന്നും ഈസ്റ്റ് ജെറുസലേമിലെ ഈ പ്രദേശം ഇസ്രയേൽ പൂർണ്ണമായും തങ്ങളുടെ അധീനത്തിലാക്കുകയുണ്ടായി. എന്നാൽ ഇത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതായത് ഈ പ്രദേശം പൂർണ്ണമായും ഇസ്രയേലിൻ്റെ അധീനതയിലാണ് എന്ന്. അപ്പോൾ നമ്മളൊരു തുരങ്കത്തിലേക്ക് ഇറങ്ങിയാണ്. ഒരു കൂറ്റൻ തുരങ്കം, ഇങ്ങനെ കുത്തനെ കിടക്കുന്ന തുരങ്കമാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാവുന്ന രീതിയിലുള്ള തുരങ്കമാണ്. അത് ഹെസക്കായ തുരങ്കത്തിലൂടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് വലിയ കുഴികളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. എന്തോ ഒരു ആഴമാണെന്ന് നോക്കണം കേട്ടോ. സൈഡിലായിട്ട് നമുക്ക് കൃത്യമായിട്ട് വെള്ള നനവും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇപ്പോഴും വെള്ളത്തിൻ്റെ ഉറവിടം ഇവിടെയൊക്കെ ഉണ്ട്. വെള്ളം നനവ് കാണാൻ സാധിക്കും. അതുപോലെ ഇതിൻ്റെ പാറ സാധാരണ നമ്മൾ മറ്റുള്ള പാറകളിലൊക്കെ തൊടുമ്പോൾ സാധാരണ ഉള്ളിൽ ഗുഹകളിലൊക്കെ കയറുമ്പോൾ പൊടിഞ്ഞ് ഇങ്ങനെ ഇളകും. പക്ഷേ ഇവിടെ വലുതായിട്ട് കാര്യമായിട്ട് പൊടിഞ്ഞിളകുന്ന കാര്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ പഴയ പാത്രങ്ങളും വൈൻ ഭരണികളും കാര്യങ്ങളൊക്കെ നമുക്ക് കയറുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നടന്ന് ഗിഹോൺ സ്പ്രിങ്ങിൽ എത്തിയിരിക്കുകയാണ്. ഇതിന് തൊട്ട് താഴെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാഴ്ചകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ വെള്ളം ഒഴുകുന്നതിൻ്റെയൊക്കെ സൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ലൈറ്റിംഗ് ഒക്കെ കൊണ്ട് നമുക്കിവിടെ വന്നിരിക്കും പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ സാധിക്കും. അന്നത്തെ ഇവിടെ നടന്ന ഇൻസിഡൻറ്റിനെ ഓർത്ത്. അതുപോലെ തന്നെ ഇവിടെ നടന്ന ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ദാവീദ് രാജാവ് സോളമനെ തൻ്റെ ജൂതന്മാരുടെ രാജാവായി അഭിഷേകം ചെയ്ത സ്ഥലമാണ് ഈ ഒരു ഗിഹോൺ സ്പ്രിങ്. അവിടെ നിന്ന് നമുക്ക് സുഖമായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റാം. നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ജസ്റ്റ് ഒരു ഗ്ലാസ് പാലം പോലെയൊക്കെ ഉണ്ട്. നമുക്ക് പേടിപ്പിക്കുന്ന രീതിയിലുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ്. നമ്മൾ താഴോട്ട് ഇറങ്ങിയാണ്. ഇനി നമ്മൾ പോകുന്നത് കനനേറ്റ് പൂളിലോട്ടാണ് പോകുന്നത്. കനനേറ്റ് പൂളുണ്ട്, അതുപോലെ തന്നെ കനനേറ്റ് ഒരു ഡ്രൈ ഏരിയ ഉണ്ട്. 2 ടണലാണ്. കനനേറ്റ് ടണൽ വഴി നമുക്ക് പോകാം, കനനേറ്റ് പൂൾ വഴി നമുക്ക് പുറത്തോട്ട് ശിലോഹ കുളത്തിലോട്ട് പോകാം. 3800 വർഷങ്ങൾക്ക് മുൻപ് പൂർണ്ണമായും പാറ തുരന്ന് നിർമ്മിച്ചതാണ് ഈ ഒരു തുരങ്കം. ഈ തുരങ്കത്തിലേക്ക് ആവശ്യമായ ജലം എത്തുന്നത് തൊട്ടടുത്തുള്ള ഗിഹോൺ അരുവിയിൽ നിന്നാണ്. അതായത് നമ്മൾ നേരത്തെ കണ്ട അരുവിയിൽ നിന്നാണ് ഈ ഒരു തുരങ്കത്തിലേക്കുള്ള വെള്ളം എത്തുന്നത്. പുരാതന ജെറുസലേം നഗരത്തിലേക്ക് ആവശ്യമായ ജലവിതരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഈ ഒരു തുരങ്കം നിർമ്മിക്കപ്പെട്ടത്. കൂടാതെ വിശുദ്ധ ബൈബിളിലും വിശുദ്ധ തോറയിലും ഈ സ്ഥലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. വിശുദ്ധ ബൈബിളിലെ 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 32 മുതൽ 43 വരെയുള്ള വാക്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. ദാവീദ് രാജാവ് തൻ്റെ മകനായ സോളമന് അധികാര കൈമാറ്റം നൽകുന്നതായും സോളമൻ രാജാവിൻ്റെ രാജ്യാഭിഷേകം നടക്കുകയും ചെയ്ത ഗിഹോൺ അരുവിയുടെ കരയിൽ വെച്ചാണ്. അവിടെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ ഫോട്ടോ എടുത്തില്ല, അത് ഞാൻ നേരത്തെ ആ ഇൻസിഡൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു തുരങ്കത്തിൻ്റെ ഒരു പകുതി മാത്രമേ ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. വളരെ നല്ല രസമാണ്. ഒരാൾക്ക് മാത്രം കഷ്ടിച്ച് കടന്നു പോകാൻ പറ്റുന്നൊരു തുരങ്കമാണ്. എന്ത് റിസ്ക് പിടിച്ചുള്ള യാത്രയാണല്ലേ. ഇപ്പോൾ ഇതിനുള്ളിൽ വെട്ടവും കാര്യങ്ങളാണ്. പക്ഷേ എൻ്റെ കനേറ്റിട്ട് ആ വെള്ളം ഒഴുകുന്ന സ്ഥലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റോ കാര്യങ്ങളോ വലിയ കാര്യമായിട്ടോ ഒന്നും തന്നെയില്ല. ഒരു അത്യാവശ്യം നല്ല വണ്ണമുള്ള ഒരു വ്യക്തിയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനകത്ത് കുടുങ്ങിപ്പോകും. നമ്മളെപ്പോഴും മൊബൈലിൻ്റെ ഫ്ലാഷ് ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ട് വേണം അപ്പുറത്തെ സൈഡിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി. അത്യാവശ്യം നല്ലൊരു രസമാണ്, നല്ല തണുപ്പാണ് ഇതിനുള്ളിൽ. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഹൈലൈറ്റ്. അതുപോലെ ഞാൻ ഷൂ ഒക്കെ ഊരിയതുകൊണ്ട് നല്ല തറയിലൂടെ നടക്കുമ്പോൾ നല്ലൊരു ഫീലാണ്. വാവ്, ഒരു രക്ഷയില്ല. വർഷം പഴക്കമുള്ള തുരങ്കത്തിലൂടെയാണ് നമ്മൾ ഇത്ര നേരം യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. വളരെ എക്സൈറ്റഡ് ആയിരുന്നു. അടിപൊളി യാത്രയായിരുന്നു. അടുത്തത് എന്താണെന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് ഇതിലൂടെ നടക്കുമ്പോൾ. നമ്മളതിന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇനി അടുത്ത സിലോഹ കുളത്തിലോട്ടാണ് പോകുന്ന വഴി നമുക്ക് കൂറ്റൻ ഒലിവ് മരങ്ങൾ കാണാം. എന്തൊരു വലിപ്പമാണെന്ന് നോക്കാം. അതിനെ എത്ര വർഷം പഴക്കമുള്ള ഒലിവ് മരങ്ങളാണ് കാണുന്നത്. അതുപോലെ തന്നെ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ ദൂരെ അവിടെ സൈഡിലായിട്ട് നമുക്ക് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ക്രെയിൻ, വെള്ളം പൊക്കിക്കൊണ്ടിരുന്നൊരു ക്രെയിൻ, അത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് അങ്ങോട്ട് പോകാം.
നമുക്ക് ആ വെള്ളം ഒഴുകുന്ന തുരങ്കത്തിലോട്ട് പോകാൻ പറ്റില്ല. കനേറ്റിറ്റി പൂളിൻ്റെ ആ സൈഡിലോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മൾ വന്നത് ലേറ്റായിപ്പോയി. ഇതാണ് ആ ഒരു ക്രെയിൻ. വാവ്, ഒരു രക്ഷയില്ല. എന്ത് പച്ചപ്പാണല്ലേ. ഇവിടെ നല്ലൊരു ബ്യൂട്ടിയാണ്. ജെറുസലേമിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതയാണ് അതിന്. നമ്മൾ നേരെ പോകുന്നത് ശിലോഹ കുളത്തിലേക്കാണ് പോകുന്നത്. ഒരു കൂറ്റനെയുള്ള ഇറക്കത്തിലേക്കാണ്. സ്ലിപ്പായി പോയാൽ നടുപിടിച്ച് താഴെ കിടക്കും. അങ്ങനെ നമ്മൾ ശിലോഹ കുളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സെക്യൂരിറ്റിയായിട്ട് കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ആൾക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യക്കാരെ കാണുമ്പോൾ അവർക്കൊരു ഒരു പുഞ്ചിരി അവരുടെ മുഖത്ത് എപ്പോഴും ഉണ്ടാവും. അതുപോലെ തന്നെ നമസ്കാരമൊക്കെ പറഞ്ഞ്, അതുപോലെ തന്നെ എവിടുന്നാണ് ഇന്ത്യയിൽ നിന്ന് വരുന്നത് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് നമ്മളെ ഉള്ളിലോട്ട് കയറ്റിവിടുന്നത്. അത് കേൾക്കുമ്പോഴും കാണുമ്പോഴൊക്കെ പ്രത്യേക ഒരു സന്തോഷമാണ് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ. ഇന്ത്യക്കാരെ ഇവിടെ ഉള്ള ആൾക്കാർ കുറേ സ്നേഹിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സിലോഹ കുളം. ആ ഡ്രൈ ഏരിയ ആണ് സിലോഹ കുളം. സിലോഹ കുളത്തിന് ഇന്ന് അവശേഷിക്കുന്ന ഇത്രയും ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഹെസക്കിയൽ ടണൽ വഴിയാണ് നമ്മൾ ഈ ഒരു കുളത്തിലേക്ക് എത്തിയത്. അതായത് 2700 വർഷം പഴക്കമുണ്ട് ഹെസക്കിയൽ ടണൽ. അതായത് ക്രിസ്തുവിനും 700 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ടണലായിരുന്നു ആ ഒരു ഹെസക്കിയൽ ടണൽ. ഇവിടുത്തെ മിക്ക ടണലുകളും ജലസേചനത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടതായിരുന്നു. യഹൂദ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനം അറിയിക്കുന്ന ഒരു കുളമാണ് ശിലോഹ കുളം. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഈ കുളത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. പഴയ നിയമത്തിൽ എന്നതുപോലെ പുതിയ നിയമത്തിലും ശിലോഹ കുളത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അയക്കപ്പെട്ടവൻ എന്ന അർത്ഥമുള്ള ശിലോഹ കുളം യഹൂദ മതവിശ്വാസികൾ വളരെ പ്രാധാന്യത്തോടെ കണ്ടിരുന്ന ഒരു വിശുദ്ധ സ്ഥലമായിരുന്നു. ജന്മന അന്ധനായ മനുഷ്യനെ യേശുവും ശിഷ്യരും നടന്നു പോകവേ കാണുകയും ദൈവത്തിൻ്റെ പ്രവൃത്തി അവനിൽ നിറവേറാനാണ് ഈ മനുഷ്യൻ അന്ധനായി ജനിച്ചതെന്ന് യേശു പറയുകയും തുടർന്ന് യേശു നിലത്ത് തുപ്പുകയും തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശുകയും അവനോട് പറഞ്ഞു, നീ പോയി ശിലോഹ കുളത്തിൽ പോയി കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരികെ വന്നു. പുതിയ നിയമത്തിൽ ശിലോഹ കുളത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹെരോദിയൻ സ്ട്രീറ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ കയറി പോകാൻ പോകുന്ന ഒരു ഡ്രെയിനേജ് ടണലിലൂടെയാണ് നമ്മൾ മുകളിലോട്ട് കയറാൻ പോകുന്നത്. ഈ ഒരു ടണലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരുപാട് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയാണ് ഒരു ഗവേഷകർ. ഒരുപാട് നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, അതുപോലെ പാത്രങ്ങൾ, ഇതെല്ലാം കണ്ടെത്തിയ ഒരു ടണലിലൂടെയാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. ഒരാൾക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന ഒരു ടണലാണ്. വളരെ രസമുള്ള ഒരു യാത്രയായിരിക്കും. ഇതുപോലെ തന്നെ അത്യാവശ്യം നല്ല യാത്രയുണ്ട്, നല്ല ദൂരമുണ്ട്. ഞാൻ ഹൈറ്റ് ഉള്ളവനായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പല താഴ്ത്തണ്ടേ. അയ്യോ, ഇത് വല്ലാത്തൊരു കുനിയായി പോയി. നമ്മൾ ഏകദേശം ഒരു 400 മീറ്റർ നമ്മൾ മുൻപോട്ട് നടക്കണം ഈ ഒരു ചെറിയൊരു ടണലിലൂടെ. നമ്മൾ ഈ തുരങ്കത്തിലൂടെ നടന്ന് എവിടെയോ എത്തി. ഇനി ഇത് എന്തോരം ഉണ്ടെന്ന് ഒരു രക്ഷയില്ല. അടച്ചടച്ച് ഊപ്പാടം പതുക്കേട്ട് വന്നു. തിരുവ നിന്റെയോ? വാ വാ വാ. എന്നല്ലേ നല്ല സ്ലിപ്പ് ഉണ്ട് കേട്ടല്ലേ. പക്ഷെ നല്ല രസമാണ് ഇതിന്റെ കൂടെ ഈ വീഡിയോ എടുത്തിട്ട് പോകാൻ. ഒരു രക്ഷയില്ല. ഇനി നമ്മൾ ഏകദേശം 200 മീറ്ററോടെ ഉണ്ട്. ഓ മൈ ഗോഡ്. ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയി പോയല്ലടാ. നമ്മളെപ്പോഴും പോകുന്ന നല്ല ടൈറ്റ് ഇതുപോലുള്ള പരിപാടികളെ നമ്മൾ പിടിക്കും. ഒന്നുണ്ട്, തല കുനിച്ച് തന്നെ വരണം. തിജോ എത്തിയോ? ഇല്ലയോ? ഒന്ന് നേരെ നിൽക്കാൻ പറ്റുന്ന സ്ഥലം ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. അയ്യോ എന്റെ ദൈവമേ.
പരിപാടി കഴിഞ്ഞല്ലേ. അങ്ങനെ ഒരു തുരങ്കത്തിന്റെ അടിയിൽ കൂടെ ഉള്ള യാത്ര ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ പൊന്നേ, നമ്മളുടെ ഈ തൊട്ട് ബാഗിൽ കാണുന്നത് ഒന്നാം ജെറുസലേം ദേവാലയത്തിന്റെ കാലഘട്ടത്തിൽ, ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഗവേഷകര് പറഞ്ഞ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന രേഖകൾ അടിസ്ഥാനമാക്കി പറയുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും തൂണുകളുടെ അവശിഷ്ടങ്ങളും അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ മൊസൈക്ക് തറകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ തുരങ്കം കയറി മുകളിൽ എത്തിയിരിക്കുകയാണ്. വല്ലാത്തൊരു തുരങ്കമായിരിക്കും. അത് കാര്യം വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. ഒരുപാട് നടക്കാനുണ്ട്, അതുപോലെ തന്നെ കുനിഞ്ഞ് നടക്കണം. ബ്രീത്തിങ് പ്രോബ്ലം ഉള്ളവരൊന്നും അധികം നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം ബ്രീത്തിങ് പ്രോബ്ലത്തിന്റെ കാര്യം പറഞ്ഞത് നമ്മുടെ കൂടെ വന്ന ഒരാൾക്ക് അത്യാവശ്യം ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായി. അതിനിടയ്ക്ക് ഭയങ്കരമായിട്ട് വരുവാണെങ്കിൽ ഭയങ്കര നമ്മൾ കുടുങ്ങിപ്പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ശിലോവ കുളത്തിന്റെയും ഈ അണ്ടർഗ്രൗണ്ടിന്റെ ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിന്റെ ഉള്ളിലൂടെയുള്ള യാത്രയുടെ എക്സ്പീരിയൻസ് നിങ്ങളെ മുന്നിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും പുതുപുത്തൻ കാഴ്ചകൾക്ക്, ഇസ്രായേലിന്റെയും നാട്ടിലെയും പുതുപുത്തൻ കാഴ്ചകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ് കൈപ്പൻസ്.